ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സിനിമാ കുട്ടികളിലേക്ക് സ്വാഗതം. മരണമാസ് സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. ബേസിൽ ജോസഫ് നായകനാകുന്ന ടൊവിനോ തോമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചിത്രമാണ്. നമ്മുടെ ശിവപ്രസാദാണ് സിനിമ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. സിജു സണ്ണിയാണ് കഥ. അതെ, സിജു സണ്ണിയാണ് കഥ. ഇപ്പോൾ ഇതിന്റെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. ട്രെയിലർ കാണാം. ചെറിയുടെ തലയിൽ ടോം ചുറ്റുകൊണ്ട് അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് ടോമിന്റെ ദേഷ്യം തീർക്കാം. ചന്ദ്രനു ശേഷം മനുഷ്യ മനസാക്ഷി സീരിയൽ കൊലപാതകങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റിൽ തന്നെ സമർത്ഥനായ അന്വേഷണ ഉദ്യോഗസ്ഥൻ അജയ് രാമേന്ദ്രൻ ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അമ്പലക്കുളത്തിൽ ഹലാൽ ചിക്കന്റെ കുടലിട്ട് മീൻ പിടിച്ച് വർഗീയ കലാപം ഉണ്ടാക്കി. നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ഫോട്ടോ എടുത്ത് ഓലച്ചിട്ട് വിൽക്കാൻ നോക്കിയൊരു കേസ് ഉണ്ടായിരുന്നില്ല. അത് ഇവനാ. പണ്ട് കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി നമ്മുടെ സ്കൂളിന് തീയിടാൻ പറഞ്ഞവളാണ് ഞാൻ. പക്ഷെ സ്റ്റാഫ് മാത്രമേ കത്തിച്ചുള്ളൂ. എന്നെ വേണ്ടാത്തോളം എനിക്ക് വേണ്ട. ഡിസംബർ 16 എന്റെ കല്യാണം. ഏതെങ്കിലും ഒരു നാളെ ഈ കല്യാണം മുടക്കാൻ നോക്കിയാൽ ജെക്ക് നിന്റെ ഒക്കെ നെഞ്ചത്തൂടെ ബസ്. നാട്ടിൽ വീതി പരത്തിയ സീരിയൽ കില്ലറെ ജീവനോടെയോ അല്ലാതെയോ പിടിച്ചു നൽകുന്നവർക്ക് 10 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിക്കുകയാണ്. കൊലച്ചിരിയുടെ ഓളങ്ങളിൽ ചോര കൊണ്ട് കവിത രചിക്കാം. ഒരു തേങ്ങലിന്റെ അക്കത്ത് ചുറ്റിക കൊണ്ട് ചുഴറ്റിയടിക്കാം. നീ മരിച്ചതായി ഞാനും, ഞാൻ കൊന്നതായി നീയും കണക്കാക്കുക. മൊയലർച്ച തിരയില്ലാ ചോരക്കടലിൽ മരണത്തിൻ തോണി തൊഴിയാം. പുനർജന്മങ്ങളിൽ നീ ബലിക്കാക്കിയായി വാനിലുയരുമ്പോൾ ദൂരെ നിന്നും ഞാൻ വെടിവെച്ചിടും. നീ എവിടെ ഇരുന്നു? അവിടെ കൊടും വയലൻസ് കിടക്കാൻ പോ. അത് കണ്ട നീ പേടിക്കും. പെണ്ണെ, നീ തീയാകുന്നു. തീ ശവം. ട്രെയിലർ കോമഡി എന്റർടൈൻമെന്റ് ഉദ്ദേശിക്കും. പക്ഷേ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ സൈക്കോ കില്ലർ അത് ടീസർ ഇറങ്ങിയപ്പോഴും അങ്ങനെ ഒരു സെറ്റപ്പ്. ഹാഷ്മി അവിടെ നനയ്ക്കുന്നു. ഹാഷ്മിക്ക് നൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ബേസിലിനെ ലാസ്റ്റ് ഇറങ്ങിയ വന്മാനാണെങ്കിലും നല്ല സിനിമയായിരുന്നു. അതുകൊണ്ട് പിന്നെ പ്രതീക്ഷയുണ്ട് ബേസിലിന്റെ പടം. അവളിപ്പം അഭിനയം നിർത്തിപ്പോയേക്കുന്നു. ഗ്യാപ്പ് എടുക്കുവാന്ന് അറിയില്ല പറഞ്ഞേക്കുന്നത്. അത് നല്ലതാണ്. ഇത് മറ്റേ നമ്മുടെ ശിവാർത്തിന്റെ സിനിമയിലെ തമിഴ് അതിന്റെ ഇന്റർവ്യൂ ഇറങ്ങിയ സൂര്യായിരുന്നു പറഞ്ഞു. ആപ്പണം മറ്റേ സുധാ കുമാരുടെ സിനിമ അതിനകത്ത് ദുൽഖറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ദുൽഖറിന് പകരമായിട്ടായിരിക്കും. അല്ല, ചുമ്മാ എനിക്ക് വില്ല തന്നെ മറ്റേ രവി മോഹൻ പഴയ ജയന്റി. അപ്പൊ അതായിരിക്കും അപ്പടം ശ്രീലങ്കയിലും കണ്ട എന്റെ ഷൂട്ട് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡയറക്ഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നൊക്കെ പറയുന്നത്. പിന്നെ ബാബുക്ക. അതെ, പിന്നെ നമ്മുടെ 90s കിഡ്സിന്റെ രോമാഞ്ചം ഉണ്ട്. ആർഡിഎക്സ് കാണിച്ചുകൊണ്ട് കൊണ്ട് നിർത്തിയിട്ട് 2 അടി കൊടുത്ത് ആ പരിപാടി. ആർഡിഎക്സിൽ ഉള്ള സാധനം അടിപൊളിയായിരുന്നു. പക്ഷെ കുറച്ചുകൂടെ വേണമായിരുന്നു. നമുക്ക് പുള്ളിയെ കാണുമ്പോ കുറച്ചു നേരം കൂടെ കാണുന്നതാണ് സന്തോഷം. അപ്പം ഇതിനകത്ത് കുറച്ച് ഉണ്ടെന്നാണ് അതിലും മാതാടിരിക്കും. ബർലുലുവിന്റെ മറ്റേ ഫൈറ്റും നൈസായിരുന്നു. ഇതിലെന്തെങ്കിലും കാണും. മാസമായിട്ട് കാണിച്ചിട്ട് കരഞ്ഞോണ്ടിരുന്നേ. ബേസിലിനെ എന്താ കാണിച്ചേ? ആംഗ്രി യങ്സ്റ്റാറോ സംതിങ് എന്തോ അത് പുതിയ യൂണിവേഴ്സ്. നേരത്തെ വേറൊന്നും പേരായിരുന്നല്ലോ, വേറെ പാവങ്ങളുടെ അങ്ങനെ റേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു.
അവന്റെ പടമെല്ലാം അത്യാവശ്യം അവിടെ പുള്ളി സ്ക്രിപ്റ്റ് ഒക്കെ അല്ല എനിക്ക് തോന്നുന്നു ഈ അടുത്തിറങ്ങിയാൽ പൊട്ടിപ്പോയ പടം മറ്റേതേ ഉള്ളെന്ന് തോന്നുന്നു. പാലത്ത് ഞാൻ പറഞ്ഞില്ല, ഇതിന് പൊന്മാന് മുമ്പ് ഒരു സിനിമ ഇറങ്ങിയതല്ലോ, പ്രാവും കൂടി ഷാപ്പ. അത് പക്ഷെ ഭയങ്കര പ്രതീക്ഷയോടെ ഭയങ്കര പ്രതീക്ഷ. അതിന്റെ ട്രെയിലറൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. സിനിമ കണ്ടപ്പം അതിന്റെ ഒറ്റത്തി ഇറങ്ങിയില്ല. അപ്പം ഇതൊരു ഫൺ എന്റർടൈനർ സെറ്റപ്പാണ് തോന്നുന്നത്. ഇപ്പം ഇത് വിഷുവിനല്ല റിലീസ്. വിഷുവിന് ഈ അഭിനയിച്ചേക്കുന്ന സിജു സണ്ണി തന്നെയാണോ എഴുതിയേക്കുന്നത്? സിജു സണ്ണി മനസ്സിലായി. അവൻ അഭിനയിച്ചിട്ടുണ്ടോ? അവൻ തന്നെയാണോ എഴുതിയേക്കുന്നത്? ഇപ്പം എന്തായാലും ബേസിലിന്റെ പടം ആയതുകൊണ്ട് അപ്പം വിഷുവിന് ഏതൊക്കെയുണ്ട്? ബസൂക്കയുണ്ട്, ബസൂക്കുണ്ട്, മരണമാസുണ്ട്, വേറെ ഏതാ ഉള്ളത്? മമ്മൂട്ടി ബേസിൽ ക്ലാഷ് എല്ലാം മേക്കിംഗ് ആണ്. അതെ. ആറാട്ടണ്ണനൊക്കെ ഒരു പൂരമായിരിക്കും. വേറെ 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 ഏതാ പടമല്ല ഇതിലോട്ട് ഞാൻ കണ്ടുള്ളൂ. എനിക്ക് വേറെ വല്ല ലാംഗ്വേജ് കൊണ്ടുവന്നറിയാം തമിഴിന്നോ. പക്ഷെ മെയിൽ എനിക്ക് കുറച്ച് റിലീസ് ഉണ്ട്. മെയിൽ എന്തൊക്കെയോ റിലീസ് ഒക്കെ മെയിലാന്ന് തോന്നുന്നു. മറ്റേ നമ്മുടെ സൂര്യയുടെ പടത്തിലേക്ക് ആ സിനിമയ്ക്ക് റിലീസ് ഉള്ളത്. അപ്പൊ എല്ലാം ഇറങ്ങട്ടെ, എല്ലാം ഇറങ്ങട്ടെ, നമുക്ക് കാണാം. ഈ പടവും ബേസിലിന്റെ പടം ഓൾവേസ് പ്രതീക്ഷയാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതായിരിക്കും ബൈ.